തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025 തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ. വഞ്ചൂർ വാർഡിലെ NDA സ്ഥാനാർത്ഥി ശ്രീമാൻ S. സുരേന്ദ്രൻ നായർ. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഈ വാർഡിൽ അദ്ദേഹം നടത്താൻ പോകുന്ന വികസനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. Chipmunks are we, yippee. We live in the woods, a happy family. We sing and we dance and we play. So come along and join the fun every single day. Here we go. We are the chipmunks, chipmunks are we. We live in the woods, a happy family. We sing and we dance and we play. So come along and join the fun every single day. ആദ്യമായിട്ടാണ് മത്സരരംഗത്ത്. മത്സരരംഗത്തെയാണ്. നമ്മുടെ ചോദ്യം ഇതാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇത് വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലാണ് ഈ വാർഡ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ, ജനപ്രതിനിധികൾ. അപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് വഞ്ചൂർ വാർഡിൽ കാഴ്ചവെക്കുന്നത്. ഇത്രയും ധാരാളം പ്രവർത്തകർ ഞങ്ങൾ കണ്ടു. ഞങ്ങൾക്ക് തോന്നി എല്ലാവരും വളരെ ശക്തമായി നിൽക്കുകയാണ്. എനിക്ക് തോന്നി ഉച്ചയ്ക്ക് സമയം 12 മണിയായി. അപ്പൊ ഈ സമയത്തും ക്ഷീണമില്ലാതെ വളരെ ഉഷാറോടുകൂടി നിൽക്കുകയാണ്. എന്താണ് താങ്കൾ ഈ വാർഡിലേക്ക് വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന വികസനങ്ങൾ എന്തൊക്കെയാണ്? വികസനം ഈ വാർഡിലെ വേസ്റ്റ് നിർമ്മാർജ്ജനമാണ് ഒന്ന്. രണ്ടാമത് പട്ടിശല്യം. മൂന്നാമത് വെള്ളക്കെട്ടാണ്. ഇന്നലെ 3/4 മണിക്കൂർ മഴ പെയ്തതേ ഉള്ളൂ. വഞ്ചൂര് വഴി പോകാൻ പറ്റില്ല. ഒരു വാഹനത്തിന് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരുന്നത്. ഞങ്ങൾ ആ സമയത്ത് വെള്ളത്തിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആട്ടോറിക്ഷ പോലും അതിൽ ആ സമയത്ത് പോകില്ല. ആ ഒരു കണ്ടീഷനായിരുന്നു വഞ്ചൂര്. ഇതുവരെയ്ക്കും വഞ്ചൂര് ഇത്രയോ വർഷം കൊണ്ട് ഒരു വികസനവും വഞ്ചൂര് ഉണ്ടായിട്ടില്ല. ആ പണ്ട് എങ്ങനെയായിരുന്നോ അതേപോലെയാണ് ഇപ്പോൾ വഞ്ചൂര് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇതിനൊരു മാറ്റം വരണം. വികസിത കേരളം, വികസിത വഞ്ചൂര്, അതാണ് നമ്മുടെ ലക്ഷ്യം. ഞങ്ങളൊരു ചോദ്യമാണ്, താങ്കൾ ഒരുപക്ഷെ മേയറായി വന്നാൽ ഇവിടെ മാറ്റം നടക്കാൻ പോകുന്ന എന്തൊക്കെയായിരിക്കും മാറ്റം? വികസനമാണ് മുഖ്യ അജണ്ട. അതിൽ കവിഞ്ഞ് ഒന്നുമില്ല. ആ ഒരു കാര്യത്തിലാണ് നമ്മൾ മുൻഗണന. അതിൽ കഥ കഴിഞ്ഞ് നമ്മൾ ബാക്കിലോട്ട് ചിന്തിക്കുന്നത് പോലും ഇല്ല. ആ കാര്യത്തിൽ തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ BJPക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഇപ്പോൾ ബോധ്യമായി. ആ ഒരു കാര്യമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇവിടുത്തെ ജനങ്ങളെ കൂടെ എപ്പോഴും ഏത് സമയവും ഞാൻ കൂടെ ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സേവനത്തിന് ഒരുപാട് സമയമുണ്ട്. കാരണം വേറെ പ്രാരാബ്ദങ്ങളൊന്നുമില്ല. കൃത്യമായ വാർഡിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആശംസകൾ. ശരി.